ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് പൂവട ഉണ്ടാക്കുന്ന വീഡിയോ കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇതിന് പല പേരിലും പറയലുണ്ട്. അപ്പോൾ നമ്മളിന്ന് മൈദ കൊണ്ടുള്ള പൂവടയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ 3 സംഭവങ്ങൾ മതി കേട്ടോ. ഇതിലാണ് ഇതിൽ മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ്. എളുപ്പമായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. അപ്പോൾ നമ്മൾ കുറച്ച് മൈദപ്പൊടിയിൽ അത്യാവശ്യം ഉപ്പൊക്കെ ഇട്ട് നല്ല കുഴച്ച് വെച്ചതാണ് കേട്ടോ. പിന്നെ കറക്റ്റ് ബോളൊന്നുമല്ല, നമ്മൾ എന്തായാലും പരത്തിയെടുക്കാനുള്ളതല്ലേ എന്ന് വിചാരിച്ച്. പിന്നെ തരികിട പരിപാടി എൻ്റെ ഒരു ശീലമാണല്ലോ. പിന്നെ നമ്മൾ കുറച്ച് അത്യാവശ്യം തേങ്ങയും അതിനനുസരിച്ച് ശർക്കരയൊക്കെ എടുത്ത് കുറച്ച് ഏലക്കാപ്പൊടിയും കൂടെ ചേർത്തിട്ടുണ്ടായിരുന്നു. വീഡിയോ മിസ്സായതാണ് കേട്ടോ. അപ്പോൾ അതും കൂടെ എടുത്തിട്ട് നമ്മൾ നന്നായിട്ട് അങ്ങോട്ട് കുഴച്ചെടുക്കുക. നമ്മുടെ വീട്ടുകാർക്ക് നമ്മുടെ വീട്ടിലേക്ക് ഉണ്ടാക്കാനുള്ളതാണ്. അപ്പോൾ നമ്മൾ നല്ല വൃത്തിയിൽ കൈയൊക്കെ കഴുകിയിട്ട് ഇതേപോലെ നല്ലോണം അങ്ങോട്ട് കുഴക്കുക. അപ്പോൾ നമ്മളിങ്ങനെ കുഴച്ചെടുത്തിട്ട് ഈ ബോൾസ് നല്ലോണം ഒന്ന് കയ്യിൽ പിന്നെ ഉരുട്ടിയിട്ട് നമ്മൾ ഇതേപോലെ പ്രസ്സിൽ പരത്തി ഇതിൻ്റെ മോഡിലോട്ട് ഇടാം. ഇത് പൂവടൻ്റെ അച്ഛനൊക്കെയാണ് ഞങ്ങൾ പറയൽ. ഈ മോഡിലിട്ടിട്ട് നമ്മളിതാ ഇതേപോലെ ഒരു 1-2 സ്പൂണ് നമ്മളിതിൻ്റെ സെൻട്രലായിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിതിങ്ങനെ വലിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിങ്ങനെ താഴത്തേക്ക് വരുന്നുണ്ടെന്ന് ഡൗട്ട് ഉണ്ടാകുമ്പോൾ ഞങ്ങൾ വലിച്ചു കൊടുക്കുന്നതാണ്. അപ്പോൾ നമ്മൾ നന്നായിട്ട് പ്രസ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മൾ ശരിക്കും ഇതിൻ്റെ ബാക്കിലുള്ളതും കൂടെ എടുക്കണമെന്ന് ഞാനത് ശ്രദ്ധിച്ചില്ല കേട്ടോ. പിന്നെ നമ്മൾ ഇതിന്ന് വേസ്റ്റ് ആയിട്ട് പോകുന്ന സംഭവം വെച്ചിട്ട് നമ്മൾ പിന്നെയും പരത്തിയിട്ട് എടുക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു ഷേപ്പിൽ കിട്ടും. അപ്പോൾ ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ സാധാരണ ഉമ്മമാരൊക്കെ ചെയ്യൽ ഇതേപോലെ ഇങ്ങനെ പരത്തിയിട്ട് പിന്നെ ആ പരത്തിയത് ഇങ്ങനെ പ്രസ് ഇല്ലാണ്ട് തന്നെ നടുക്ക് വെച്ചിട്ട് പിന്നെ ഇങ്ങനെ മടക്കി ഇങ്ങനെ ഡിസൈനൊക്കെ ആക്കി പ്രത്യേക ഷേപ്പിലൊക്കെ ആക്കും കേട്ടോ അവർ. ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കി, പക്ഷേ സക്സസ് ആയില്ല. അപ്പോൾ എനിക്ക് ഇതാണ് ഈസിയെന്ന് തോന്നി. അപ്പോൾ നമുക്ക് പിന്നെ എളുപ്പമുള്ള പരിപാടിയാണല്ലോ നമുക്ക് ശീലം. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ബോൾസൊക്കെ നമ്മൾ ഇതേപോലെ ആക്കി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ബോൾസിൻ്റെ ലുക്കൊന്നും കാര്യമാക്കണ്ട, അതൊക്കെ ഇങ്ങനെ പരത്തുമ്പോൾ അങ്ങനെ ശരിയായിക്കോളും. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഉണ്ടാക്കേണ്ടത്. പിന്നെ നമ്മൾ നല്ല ചൂടുള്ള എണ്ണ ഇങ്ങനെ ചൂടായി വന്നതിന് ശേഷം നമ്മളിത് പൊരിക്കാനിടണം കേട്ടോ. പിന്നെ നല്ല ഹൈ ഫ്ലെയിമിലുണ്ടായിരുന്നു, ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് തിരിച്ചും മറിച്ചിട്ടിട്ട് ഇങ്ങനെ വേവിക്കുക കേട്ടോ. അപ്പം ഇതുണ്ടല്ലോ, ഈ പീസ് എത്ര ഞാൻ ഇങ്ങനെ ഇട്ടാലും പിന്നെ ഇങ്ങോട്ട് തന്നെ തിരിയും. ഞാൻ പിന്നെ അങ്ങോട്ട് ഇടും, പിന്നെ ഇത് ഇങ്ങോട്ട് തന്നെ തിരിയും. എന്തോ ഒരു പ്രശ്നത്തിന് പറ്റിയോന്ന് എനിക്ക് മനസ്സിലായി, എന്താണെന്ന് അറിയില്ല. ഏതായാലും ഞാൻ ഒരു ഇതൊക്കെ ഒപ്പിച്ചിട്ട് ഞാൻ പിന്നെയും തിരിഞ്ഞും പറഞ്ഞിട്ടാണെങ്കിലും ഞാൻ ഇതങ്ങോട്ട് പൊരിച്ചെടുത്തിട്ടോ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ സംഭവം. പിന്നെ ഇത് ആവിക്ക് വേവിക്കും കേട്ടോ. അതേപോലെ തന്നെ ഇത് അരിപ്പൊടിയിൽ ചെയ്യുമ്പോൾ നല്ല ചൂടുവെള്ളത്തിലൊക്കെ കുഴച്ചിട്ട് നമ്മൾ പത്തിരിക്കൊക്കെ കുഴക്കണ പോലെയൊക്കെ കുഴച്ചിട്ട് എടുത്തിട്ട് വേണം. അപ്പോൾ പിന്നെ അത് കുറച്ച് മെനക്കെടാണല്ലോ. അപ്പോൾ അതാണ് ഞാനത് ഉണ്ടാക്കാഞ്ഞത്. അപ്പോൾ ഇതാകുമ്പോൾ നമ്മൾ ഈസി ആയിട്ട് ഇങ്ങനെ പറ്റും. അതും നല്ല ടേസ്റ്റാണ് കേട്ടോ. പിന്നെ ആവിക്ക് പുഴുങ്ങിയിട്ട് എടുക്കുമ്പോൾ കുറച്ചും കൂടി ഹെൽത്തിയാണ്. അപ്പോൾ ഇതേപോലെ എണ്ണ പോകാൻ വേണ്ടിയിട്ട് നമുക്കൊരു ടിഷ്യൂ പേപ്പർ യൂസ് ചെയ്യണത് നല്ലതായിരുന്നു. അതും ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല, അത് മറന്നു പോയതാണ് കേട്ടോ. അത് മടി കാരണമൊന്നുമല്ല. അപ്പോൾ ഇതാണ് നമ്മൾ പൊരിച്ചെടുത്ത ഫൈനൽ ലുക്ക്. അപ്പോൾ കുറേ ഉണ്ട് കേട്ടോ, കുറച്ച് അത്യാവശ്യം ലുക്കുകളൊക്കെ ഞങ്ങൾ കാണിച്ചു തന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഉണ്ടാക്കി നോക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.